ചരിത്രപ്രസിദ്ധിയുള്ളതും ഝാൻസി റാണിയുടെ നഗരവുമായ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരേന്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ ബുന്ദേൽഖണ്ഡിലുള്ള ചരിത്രപ്രസിദ്ധ നഗരമായ ഝാൻസിയിലേക്ക്. സ്വതന്ത്ര ഭാരതത്തിനായി ഐതിഹാസികമായ തേർവാഴ്ചകൾ നടത്തിയ നാട് ഝാൻസി. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തി ദൈവത്തെ കാണിച്ചു കൊടുക്കുക ഞങ്ങളുടെ ജീവിതത്തിലൂടെ. ഇവിടേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനെത്തിയ മിഷണറിമാരുടെ ത്യാഗോജലമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഒരു സഞ്ചാരം. ഝാൻസി മിഷൻ. ഝാൻസി മിഷന്റെ ഈ എപ്പിസോഡ് നിർഭാഗ്യവശാൽ അനാഥരായി പോയ കുഞ്ഞുങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇന്ന് ജന്മസൗഭാഗ്യം കൊണ്ട് സനാഥരും ബന്ധുബാഹുല്യം കൊണ്ട് അഹങ്കാരികളുമായി ജീവിക്കുന്ന നാം അറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. ലോകത്താകമാനം അനാഥരാകുന്ന കുട്ടികളുടെ എണ്ണമെടുത്താൽ മിനിറ്റിൽ 100-ലേറെയാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരു കാര്യം കൂടി വ്യക്തമാകുന്നതെന്തെന്നാൽ അനാഥമാകുന്ന ഇവരുടെ ബാല്യത്തെ സംബന്ധിച്ചിടത്തോളം കാരാഗ്രഹവാസത്തേക്കാൾ ദയനീയവും ദുസ്സഹവുമായ ജീവിതമാണ് ലോകം അവർക്ക് സമ്മാനിക്കുന്നത് എന്നതാണ്. പിന്നെ അങ്ങോട്ട് തുടരുന്നത് നിവൃത്തിയില്ലായ്മയിൽ നിന്നുകൊണ്ട് സംഭവബഹുലമായ ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതം അഭിനയിച്ച് മുന്നേറാൻ ലോകം പശ്ചാത്തലമൊരുക്കിയിരിക്കുന്നു എന്നതും. ഒരു പക്ഷേ നിയമത്തിന് പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം ഊരാക്കുടുക്കുകളിൽപ്പെട്ട് ദയനീയമായ അവസ്ഥയിലായിരിക്കാം ഇവരെ കണ്ടുമുട്ടുന്നത്. സമൂഹം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി ചൂഷണത്തിന് വിധേയമാകുന്ന ബാല്യത്തിൻ്റെ മോചനമാണ്. പരക്കം പായുന്ന ചെന്നായ്ക്കളുടെ പിടിയിൽ അകപ്പെടുന്നതിൻ്റെ വെളിപ്പെടുത്തലുകൾ ലോകം അറിയുമ്പോഴേക്കും ബാല്യത്തിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ബാല്യത്തിൻ്റെ ഈ നെടുവീർപ്പിനും കണ്ണീരിനും ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നത് സ്വാർത്ഥതയാണെന്ന മനുഷ്യ മനസാക്ഷിയുടെ പാപ്പരത്വം വെളിപ്പെടുത്തുന്നു. ആധുനിക കാലഘട്ടത്തിൽ സ്വാർത്ഥ മനസ്സിൻ്റെ പുതുവർത്ഥങ്ങൾ തേടുമ്പോൾ അതിൻ്റെ വിശേഷണം കൊടും ക്രൂരത എന്നാകുന്നു. അപ്പോൾ മനുഷ്യനെന്ന പദത്തിൻ്റെ അർത്ഥം എങ്ങനെ നിർവചിക്കാനാകും? കൊടും ക്രൂരനെന്നോ? ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം ഒരു വീണ്ടും ജനനം ഇവിടെ സംഭവിച്ചത്. തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിന് ഒരിറ്റാശ്വാസം പകരാൻ, നെഞ്ചോട് ചേർക്കാൻ അവരിതാ
എത്തിക്കഴിഞ്ഞു. ഝാൻസി മിഷന്റെ ഒരു മിഷൻ സ്റ്റേഷനാണിത്. പ്രഭാതമായാൽ ഈ മിഷൻ സ്റ്റേഷനിലെ മിഷണറിമാരുടെ മുഖ്യമായ ദൗത്യം തങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുരുന്നുകളുണ്ടോ, അതോ കാണാമറയത്ത് അവരുടെ കരച്ചിലുയരുന്നുണ്ടോ എന്ന അന്വേഷണമാണ്. കാരണം അങ്ങനെ ലഭിച്ച ഒരു പറ്റം പെൺമക്കളുടെ രക്ഷാകേന്ദ്രം കൂടിയാണ് ഈ മിഷൻ സ്റ്റേഷൻ. ഇനി സെയിന്റ് ജൂഡിന്റെ നാമധേയത്തിലുള്ള ഫോൺലിംഗ് ഹോം നമുക്ക് പരിചയപ്പെടാം. ഇവരാണ് ഈ ഫോൺലിംഗ് ഹോമിലെ പെൺമക്കൾ. മറ്റുള്ളവരെ പോലെ അല്പം കുസൃതിയും കുറുമ്പുമൊക്കെയുള്ള മക്കൾ, എന്നാലും അതിലേറെ അച്ചടക്കമുള്ളവർ. Regina, good morning. Good morning, sister. Come on, get up, everybody. Time. Get up. Sangeeta, get up. Good morning. Jyoti, good morning. Get up, get ready, wash your face, say your prayers and be ready to go to school, okay? Yes. I'm Sister Sheila Thomas, DSH, Daughters of the Sacred Heart. We are working in Jhansi Diocese and we are running an orphanage here at St. Jude's Family Home. We have few children along with us, around 15 to 20 orphan children. This particular congregation was founded in Malta in the year 1903, and from there, from Malta, sisters had come as missionaries here in Jhansi through late Bishop Fenech. He invited our sisters to work in Jhansi Mission, and so the work began in the year 1949. They had started a clinic in that year, but after that they found the need of opening an orphanage, as the ladies usually used to leave the children and leave them and go. So sometimes they used to leave the children at the gate. Our sisters used to take care of them, and they brought up these children, and since then it was known as St. Jude's Family Home, because our main apostolate here is to take care of our children, and they used to bring them up. ബിഷപ്പ് ഫെനക് മാൾട്ടയിൽ നിന്ന് വന്ന DHS സന്യാസിമാരെ അനാഥാലയത്തിൻ്റെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചപ്പോൾ ഒരു ധർമ്മസ്ഥാപനമായിട്ട് ഒരിക്കലും ഇവിടുത്തെ അന്തേവാസികൾക്ക് തോന്നരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന് പോലും ഗൃഹാതുരത്വം അനുഭവപ്പെടുന്ന രീതിയിലുള്ള നാമം നൽകിയത്, ഫോൺലിംഗ് ഹോം. 1949 ഒരു ക്ലിനിക്കിന്റെ സഹായത്തോടെ മിഷൻ ഇവിടെ ആരംഭിച്ച അന്നു മുതൽ ശുശ്രൂഷ ചെയ്യുന്ന 2 സന്യാസിമാർ ഇവിടെയുണ്ട്. 94-ാം വയസ്സിലും ചുറുചുറുക്കോടെ മിഷണറിയായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ മാമ റീത. മദർ റീത്ത എന്നതിൻ്റെ ഓമനപ്പേരാണ് മാമ റീത. ഇവിടുത്തെ കുട്ടികൾ വിളിച്ച് വിളിച്ച് ഇങ്ങനെ വിളിപ്പേരായതാണ്. പിന്നെയുള്ളത് 80 വയസ്സ് പിന്നിട്ട മദർ സിറ്റ. പിന്തുടർച്ചക്കാരായി വരുന്ന മിഷണറിമാർക്ക് ഇന്നും ഇവരുടെ ഉത്സാഹം നിറഞ്ഞ ശുശ്രൂഷകൾ കാണുമ്പോൾ അത്ഭുതവും ആവേശവും അനുഭവപ്പെടുന്നുവെന്ന് യുവ മിഷണറിമാർ പറയുകയുണ്ടായി.
ഈ കാണുന്ന പെൺകുട്ടികളെ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന്, അവരെ അറിയിച്ചാണോ വളർത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ മിഷണറിമാർ പറഞ്ഞത് എല്ലാം അറിയിച്ചു തന്നെയാണ് ഇവരെ വളർത്തുന്നത് എന്നാണ്. ചെറുപ്രായത്തിലെ സത്യാവസ്ഥ അവരെ സാവധാനം ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ പിൽക്കാലത്ത് മറ്റാരെങ്കിലും മുഖാന്തരം അറിഞ്ഞുപോയാൽ അന്നത് താങ്ങാവുന്നതിലും കവിഞ്ഞ ആഘാതമായി അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഝാൻസിയുടെ പല കോണുകളിലും ആളൊഴിഞ്ഞ കുപ്പത്തൊട്ടിയിലും നിന്നും മറ്റുമാണ് ലഭിച്ചതെന്ന വസ്തുത ഇവർക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. उसका चैन प्रेरितों का धर्म सार मैं स्वर्ग और पृथ्वी से करता सर्वशक्तिमान पिता ईश्वर में विश्वास और उसके एकलौते पुत्र हमारे प्रभु यीशु क्रिस्त में हम विश्वास करते हैं। वो पवित्र आत्मा के द्वारा घर में आई और काली में से है। हमारे पिता तो जो स्वर्ग में है, तेरा नाम प्रस्तुत किया जावे, तेरा राज आवे, तेरी इच्छा स्वर्ग में वैसे इस पृथ्वी पर भी पूरी हो। हमारा प्रतिदिन राज्य विदे और हमारे अपराध में क्षमा कर, जैसे हम अपराधियों को क्षमा करते हैं, और परीक्षा में में हे सैन मरिया परमेश्वर की माँ, प्रार्थना गम पापियों के लिए अब हमारे मरने के समय आमीन। വേണ്ടുവോളം സ്നേഹവും നെഞ്ചിലെ ചൂടും നൽകി വളർത്തുമ്പോഴും ഏതൊരു മാതാപിതാക്കളെയും പോലെ മിഷണറിമാർക്കും ഇവരെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടാകും. നല്ലൊരു മകളായി വളരുന്നതോടൊപ്പം സ്കൂളിൽ വിദ്യാഭ്യാസത്തിനും ഒന്നാമതാകണമെന്ന ചെറിയ വീറും വാശിയുമൊക്കെ മിഷണറിമാർക്കും ഉണ്ടാകുന്നത് കാണുമ്പോൾ പുത്രീവാത്സല്യത്തിൻ്റെ വേറിട്ടൊരു മുഖം ഈ ഝാൻസി മിഷനിൽ ദർശിക്കാൻ സാധിക്കുന്നു. അന്യോന്യം പ്രോത്സാഹിപ്പിച്ചും സ്നേഹിച്ചും സാഹോദര്യത്തോടെ വർത്തിക്കാനുള്ള പരിശീലനം മുതിർന്നവരിൽ നിന്നും അറിയാതെ തന്നെ ഇവർ അഭ്യസിക്കുന്നു. ജീവിതത്തിൽ ഇവർക്ക് ഒരിക്കൽ പോലും ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ലഭിച്ചിട്ടില്ലാത്ത കാര്യം മിഷണറിമാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കരുതെന്ന നിർബന്ധവും ഇവർക്കുണ്ട്. സംസാര ഭാഷയിൽ പറഞ്ഞാൽ വാരിക്കോരി സ്നേഹം നൽകിക്കൊണ്ടാണ് ഈ മിഷൻ സ്റ്റേഷനിലെ അമ്മമാരായി അവതരിച്ച ഇവിടുത്തെ മിഷണറിമാരുടെ കാര്യനിർവഹണം. ഇത് കണ്ടാൽ ഏതൊരമ്മയ്ക്കും അല്പം അസൂയ തോന്നിപ്പോകാം. കാരണം ഇവിടെ പരിശുദ്ധാത്മശക്തിയാൽ രൂപാന്തരീകരണമാണ് സംഭവിച്ചിരിക്കുന്നത്. മാതൃവാത്സല്യം തുളുമ്പുന്ന, സർവം നന്മയ്ക്കായി മാറ്റിമറിക്കുന്ന സ്നേഹവതിയായ ഒരമ്മയിലേക്ക്. ആ സ്നേഹാധിക്യത്തിൻ്റെ പൂർണ്ണതയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഇന്ന് പലരും നല്ല കുടുംബങ്ങളിൽ ഉയർന്ന നിലയിൽ ജീവിച്ച് മുന്നേറുന്നു. ദത്തുപുത്രിയായും മരുമകളായും സധൈര്യം വിടചൊല്ലി പറഞ്ഞേക്കുമ്പോഴും കുട്ടിക്കാലത്ത് ഇവർക്ക് ലഭ്യമായ ആ മാതൃസ്നേഹം ഒന്ന് മാത്രമായിരിക്കും മുതൽക്കൂട്ടായിട്ടുണ്ടാകുക. അതുതന്നെയായിരിക്കും ഇവർക്കിവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വിലമതിക്കുന്ന ധനവും. പതിറ്റാണ്ടുകളുടെ ചരിത്രം ഈ ഫോൺലിംഗ് ഹോമിന് പറയാനുണ്ടെങ്കിലും പിൽക്കാല ഓർമ്മചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നും മനോഹരമായി കാണപ്പെടുന്ന ഈ രംഗങ്ങളാണ്. കുപ്പത്തൊട്ടിയിൽ നിന്നും കണ്ടെത്തിയ മുത്തുകളെയാണ് ലോകത്തിനു മുമ്പിൽ ഈ മിഷൻ വിനീതമായി
ദൈവനാമത്തിൽ സമർപ്പിക്കുന്നത്. We not only bring them up, we also educate our children, and we do give good educations, and as per their wish, we also bring them up in such a way like getting them married, settling them in life. And even till today, when many children have been taken abroad for in adoption, they do come and visit us, and we are happy to meet them. And even our children, those who are brought here in, are being given motherly care and concern. We care them, we take care of them from the very day one, even day two, and up to the age of marriage, we settle them. And we see that now they have settled in their life, and in their married state of life, they are very happy and content. And we are happy about it, that we are doing a lot of work for God, for Jesus, and for this mission, especially in Jhansi Diocese. ഇവിടെ വളരുന്ന ഓരോ കുട്ടിയും ക്രിസ്തു സ്നേഹത്താലാണ് പരിപാലിക്കപ്പെടുന്നതെന്ന് മിഷണറിമാർ പറയുമ്പോൾ ഇവരുടെ ഭാവി ജീവിതം എന്താകുമെന്ന ആകുലത ലവലേശം പോലും പ്രകടിപ്പിക്കാതെ എല്ലാം യേശുവിൻ്റെ പദ്ധതിക്കായി വിട്ടുകൊടുത്തപ്പോൾ സംഭവിച്ചത് അത്ഭുതങ്ങളുടെ വൻ ശ്രേണി തന്നെയായിരുന്നു. വന്നിട്ടുള്ള വിവാഹബന്ധങ്ങളിലെല്ലാം തന്നെ ദൈവഭയമുള്ള സദ്ഗുണസമ്പന്നരായ വരന്മാരെയാണ് ഇവിടുത്തെ മിഷണറിമാർക്ക് മരുമക്കളായി ദൈവം നൽകിയത്. ഈ നന്മകളെല്ലാം അനുഭവിക്കുമ്പോൾ ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് ഇവിടുത്തെ പെൺമക്കളും മിഷണറിമാരും. കാരണം ഈ മക്കൾ മിഷണറിമാരുടെ പക്കൽ എത്തപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്ക് എന്തെല്ലാം സംഭവിക്കാമായിരുന്നു. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകം എങ്ങനെ ഇവരുടെ ജീവിതം എപ്രകാരം മാറ്റിമറിക്കുമായിരുന്നു. ലോകവും അതിൻ്റെ പ്രവൃത്തികളും മോശമാണെന്ന് സമൂഹം പഠിപ്പിക്കുമ്പോൾ ഇവിടുത്തെ മിഷണറിമാർ ആ ലോകത്തെ പുണ്യഭൂമിയാക്കി മാറ്റുന്നു. ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞുപോയ നൊമ്പരങ്ങളെ താലോലിക്കാനല്ല, മറിച്ച് എല്ലാ വിപത്തും അനുഗ്രഹപ്രദമാക്കാൻ സാധിക്കുന്ന സർവേശ്വരനെ ധ്യാനിച്ച് പ്രവർത്തനനിരതരാകാനാണ്. അന്നേരം ജീവിതമാകുന്ന തോണിയുടെ അമരത്ത് ക്രിസ്തു ഉണ്ടാകും. സമാധാനപൂർണമായ ഇടത്തേക്ക് അവൻ നയിക്കും. അങ്ങനെ ഈ ജീവിതം ധന്യമാകും.
car is yours? Yeah, This car is yours? not mine. That's of Seva Samaj. So much. Yes. Mama, sit. ഇത് ഞങ്ങളുടെ മാമ റീത്ത. ഇവിടുത്തെ ജാൻസി മിഷൻ രൂപതയുടെ ആദ്യത്തെ പിതാവ് ബിഷപ്പ് ഫെനക് ഈ കോൺഗ്രിഗേഷനെ ഇവിടെ മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മിഷണറിയായി പ്രവർത്തിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞ പെൺകുട്ടികളെ വളർത്തി വലുതാക്കി അവരെ നല്ല രീതിയിലാക്കുവാനായിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തിയിലൊന്നാണ്. ഈ മാമാരീത്തയുമായിട്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. മാമാരീത്ത, can you tell me something about your occasion and coming to Jhansi Diocese? No, I was always wishing to go for mission. No, I wanted to go for mission. So happened that I was working before I came to Wind. I was in the hospital, the leprosy hospital for 10 years. I went for retreat and I was hearing something about the mission and I said I will go. I want to go for your mission. So I told Mother Scholastica and I told her I wish to go. I wanted to go, to come secular to work with the sisters. She said, no, you join us and finish 2 years to novitiate and I will send you. Yeah. Then I joined after some time. Then after 2 years I came here exactly. How you feel after a long time you are here? Long time from the beginning of 1956. 1956 onwards you are here as working with the girls thrown away at the door of ours, and we have taken. In the beginning we used to have so many babies there. Once I found the baby in the morning. I went to open the gate. I found the Tokniya basket. Yeah. And I said, what is this basket? It was a baby Rod and kept here. Then how you feel here as a marking in the mission of Jhansi Diocese? I am very happy here. I love them very much and they love me also. Very much. And they call me Mama. Because you are so loving and caring. നമ്മുടെ മുമ്പിലിരിക്കുന്നത് മാമാ റീത്ത 57 വർഷമായിട്ട് ജാൻസി മിഷൻ രൂപതയെ സേവിക്കുകയും ജാൻസി മിഷൻ രൂപതയുടെ അച്ഛന്മാരെയും ഇവിടെയുള്ള ജനങ്ങളെയും കൂടുതലായി സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു വ്യക്തിയായി മാറുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുകയാണ്. ഈ മാമാറിയത്തെ അനുസരിച്ചുകൊണ്ട് മാമാറിയത്തെ പോലെ നമ്മൾ ഓരോരുത്തരും മിഷണറിമാരായും തീരുവാനായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാമാറിയത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ടും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എല്ലാവരെയും നിങ്ങൾ ഓരോരുത്തരെയും സ്മരിക്കുന്നു. ഇവിടെ ഈ മിഷൻ അവസാനിക്കുന്നില്ല. ഝാൻസി മിഷനോടൊപ്പം നമുക്കും കൈകോർക്കാം. അനേകം പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നും തെരുവിൻ്റെ മക്കളാകുമ്പോൾ അവരുടെ സംരക്ഷണത്തിനായി ദൈവത്തിൻ്റെ കലവറയിലേക്ക് നമ്മുടെ നിക്ഷേപങ്ങളും സ്വരുക്കൂട്ടാം. ഇവരുടെ ഈ പുഞ്ചിരി ജീവിതാന്ത്യം വരെ നിലനിൽക്കാൻ വരും. നമുക്കും മിഷണറിയാകാം.